ഹലോ, വെൽക്കം ബാക്ക് ടു സൈബർ മല്ലു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IQ-Xenia പറ്റിയിട്ടാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഇതിൻ്റെ ലുക്ക്. 2 കളേഴ്സാണ് ഇത് വരുന്നത്, ഗ്രാഫൈറ്റ് ബ്ലൂവും ബ്ലഷ്ഡ് ഗ്രീനും. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ്, ഗ്ലാസ് ബാക്ക് അല്ല, പ്ലാസ്റ്റിക് ബാക്കാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലുമാണ്, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ് ക്യാമറ. ഓക്കെ, IQ-ൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ച സെൻസർ സോണി IMX882 ആണ്. സോണിയുടെ സെൻസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോവായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ MediaTek Dimensity 7200 ആണ്, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഗെയിമിംഗ്. ഞാൻ BGMI കളിച്ച് നോക്കി, ഇതേ പ്രോസസ്സറുള്ള ഫോണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. സ്മൂത്തിൽ എക്സ്ട്രീം വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ AnTuTu സ്കോർ വരുന്നത് ഒരു 7 lakh അബോവ് ഏകദേശം വരുന്നുണ്ട് AnTuTu സ്കോർ. പിന്നെ ബാറ്ററി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര ഉണ്ട്? 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് ചിലവർ പറയുന്നുണ്ട്, എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് ചിലവർ പറയുന്നുണ്ട്, സത്യാവസ്ഥ അറിയില്ല. LPDDR4X റാമാണ് വരുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ BGMI ഒക്കെ ജസ്റ്റ് റീസെൻ്റ് ആപ്സിലിട്ട് ക്ലോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. പിന്നെ റോം വരുന്നത് 128 GB വേരിയൻറ്റും 256 GB വേരിയൻ്റാണ്. പിന്നെ ഓഡിയോ ജാക്ക് ഡുവൽ ഓഡിയോ ജാക്കാണ്, അതായത് മുകളിലും താഴെയും സ്പീക്കർ ഉണ്ട്, രണ്ടും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ 6.67 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആയിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരികയാണെങ്കിൽ 1800 nits വരെ കാണാൻ പറ്റും. അത്യാവശ്യം വെയിലത്തൊക്കെ നിന്നാൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.